ലോകത്ത് രണ്ട് തരം മൈഗ്രെയിൻ രോഗികളാണുള്ളത്. മൈഗ്രെയിൻ മാറുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നവരും കരഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരുന്ന ആളുകളും. നമ്മുടെ സമൂഹത്തിൽ പരക്കെയുള്ള ധാരണ എന്ന് പറയുന്നത് മൈഗ്രെയിൻ കാരണം അതല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ വേദന കാരണം ഇത് മാറുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയുന്ന ആളുകളാണ് കൂടുതൽ എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി മൈഗ്രെയിൻ രോഗികളുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് ആളുകൾ കരഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ ഉള്ളി എറിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നാൽ പോലും മൈഗ്രെയിൻ ട്രിഗർ ആവുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇത്തരത്തിലെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പരമാവധി കരയാതിരിക്കാനായിട്ട് നോക്കും, മരണ വീട്ടുകളിൽ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കും, എന്തെങ്കിലും ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ തന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി പോകാനായിട്ട് ശ്രമിക്കുകയാണ് പതിവ് എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ടെമ്പററി ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ ഇത്തരത്തിൽ കരയാതിരിക്കുന്നതോ ഇമോഷണൽ സപ്രഷൻ ചെയ്യുന്നതോ എല്ലാം ഭാവിയിൽ വലിയ സൈക്കോളജിക്കൽ ഇഷ്യൂയിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. മേൽപ്പറഞ്ഞ രണ്ട് കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുകയും നിങ്ങൾക്കറിയാവുന്ന ഒരു കരച്ചിൽ രോഗിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ.